ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വരുന്നതിൻ്റെ തലേന്ന് ബ്രദർ പോയി പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ പിള്ളേർക്ക് പൊറോട്ട ഇഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെ ഡാഡിയൊക്കെ വരുന്നതിൻ്റെ ഡാഡിയൊക്കെ ഞായറാഴ്ച ആയിരുന്നു വരുന്നത്. ഇത് ശനിയാഴ്ച വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഇവർ വരുന്നതിൻ്റെ തലേന്ന് തന്നെ കേര മീൻ വാങ്ങിച്ചത് അത് രാത്രിയിലെ അങ്ങ് കറി വെച്ച് അപ്പോൾ രാവിലെ പിറ്റേന്നാകുമ്പോൾ നന്നായിട്ട് മീനിലെല്ലാം മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ മീൻ കറിയുടെ. അതിനുശേഷം പിറ്റേ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത്. പിറ്റേ ദിവസം ചിക്കൻ കറി വെക്കണമായിരുന്നു, പിന്നെ മോരുകറി വെക്കണമായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചിക്കൻ കറിയുടെ മാത്രം കടുക് വറുത്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തു. അപ്പോൾ മോരുകറി വെച്ചു, തോരൻ വെച്ചു, ചക്ക വേവിച്ചു, ഇതെല്ലാം ഒരുക്കി വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അവർ വന്നു. ഭയങ്കര മഴയായിരുന്നു. 2 വർഷത്തിന് മുമ്പ് ലാസ്റ്റ് ടൈമും ഞങ്ങൾ ഇതുപോലെ പോകാൻ നേരം ഇങ്ങനെ ഇതുപോലെ ഡാഡിയും റയിച്ചാനും തലേന്ന് വരുമായിരുന്നു. അന്നും രാത്രി, അന്ന് പിന്നെ കറണ്ട് പോലും ഇല്ലായിരുന്നു. ഭയങ്കര ഇന്നും അതുപോലെ കറണ്ട് വന്നും പോയി നിൽക്കുമായിരുന്നു. എന്നാലും അന്നത്തെ അത്ര ഇതില്ലായിരുന്നു. അപ്പോൾ ഇവർ റാന്നിന്നാണ് വന്നത്. റാന്നിന്നേ അവിടുത്തെ റാന്നിയിലൊരു ചർച്ചിൽ ആരാധന കഴിഞ്ഞിട്ട് അവിടുത്തെ പാസ്റ്റർ തന്നെ വണ്ടി ആളിനെ ഏർപ്പാടാക്കി വിട്ടതാണ്. അപ്പോൾ 2 കൊച്ചുങ്ങളാണ്. ഈ വണ്ടി ഓടിച്ച കൊച്ച് BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെന്നൈയിൽ. അവനും അവൻ്റെ അനിയനും കൂടെ വന്നത്. പിന്നെ അവരൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4-4:30 ആയപ്പോഴത്തേക്കിനും അവരെത്തിയെങ്കിലും രാത്രി ആയതുപോലുള്ള ഒരു പ്രതീതിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അതുപോലെ മൂടാപ്പായിട്ടങ്ങ് മഴയായിരുന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്തേലും. കാരണം ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര മെഴുകുതിരിയൊക്കെ എത്ര കത്തിച്ചാലും നമുക്ക് ശരിയാവത്തില്ലല്ലേ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഡാഡിക്ക് കുറച്ച് നേരം നടക്കുമ്പോഴൊക്കെ ഇച്ചിരി വീസിങ്ങിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട്. എന്നാലും ഡാഡി നെബുലൈസേഷൻ എന്തെങ്കിലും എടുക്കണമെന്ന് വെച്ചാൽ ഡാഡിയോട് സമ്മതിക്കത്തുമില്ല. അപ്പോൾ അതിൻ്റേതായ ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഡാഡി വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ഇവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം കാലങ്ങ് ഇരുന്നിരുന്നങ്ങ് നീരായായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ബഹളം കൊണ്ട് ഞാൻ അകത്ത മുറിയിൽ ഡാഡിക്ക് കിടക്കാനൊക്കെ സൗകര്യം ഒരുക്കി ഡാഡി പോയി കിടന്ന്. ഇവിടെ ഈ കൊച്ചന്മാരുടെയൊക്കെ ബഹളമല്ലേ. അവന്മാർക്ക് 2 സർപ്രൈസ് ഈ ബിൽഡിംഗ് ബോക്സിൻ്റെ ടോയ് വാങ്ങിച്ചായിരുന്നു. അത് പാത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് വരുന്നതിൻ്റെ തലേന്ന് 3-4 ദിവസമായിട്ട് തുണി നമ്മൾ ഡ്രയറിൽ ഇട്ടിട്ട് പോലും തുണികൾ ഉണങ്ങുന്നില്ല. ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് മുംബൈക്ക് വരുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കാമെന്ന് പറയാം. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നല്ലോ. എറണാകുളത്തോട്ട് പോകുമല്ലായിരുന്നോ. അതുകൊണ്ട് നനഞ്ഞത് ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് പോകണ്ടേ. Praise the Lord. Praise the Lord. Bah. Bah, ini. Dua, kulit. Dua, kulit. ഇങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങൾ 6 നിമിഷം വഴിയാണ് അല്ലേ? അഗസ്റ്റ് കൂടെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. 2 കിലോമീറ്റർ കിട്ടാതെ അതല്ല ബൈപ്പാസ് കിടപ്പോയി. ടൗണിൽ വരാതെ അഗസ്റ്റിൽ കൂടെ തുറന്നൊരു സ്ഥലമുണ്ട്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവർ പോയതിന് ശേഷം യുവമാരെ പിടിച്ചിരുത്തി പോൾമോൻ അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതാണ്. Thank you. Thank you. Welcome. തുറന്ന് നോക്ക്. വേണ്ട. തുറന്ന് ഇപ്പം തുറക്കടാ. ഒന്നും തുറക്കണ്ട. അവൻ അവിടെ കളിക്കട്ടെ. കൈ പിടിക്കും. എനിക്ക് തുറക്കാനാണ്. ഈ വള്ളി കണ്ടിട്ട് കാണണം. എന്റെ കൈ പോയോ?
ജോഷ്മോൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ ടോയ്കൾ അവൻ എടുക്കത്തില്ല. അവൻ്റെ ടോയ്കൾ അവൻ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് വലിയോൻ്റെ ടോയ്കളെടുത്ത് കളിക്കും. അപ്പോൾ ഇതും തുറക്കാൻ പറഞ്ഞിട്ട് അവൻ തുറക്കാതിരിക്കുക. അപ്പോൾ രാത്രിയിൽ എല്ലാവരുടെയും എല്ലാ ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും കിടത്തണ്ടേ. അപ്പോൾ ഡാഡിക്കകത്ത് വിരിച്ചു കൊടുത്ത് സ്വസ്ഥതയോടെ അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ളവർ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇവിടെ തറയിൽ കിടക്കപ്പോൾ പ്രീസം വന്നപ്പോൾ തൊട്ട് തറയിൽ കിടക്കാൻ നടക്കുക. അവിടെ ഒരു സുമോ പുസ്തകം ഇരിപ്പുണ്ട്. സുമോ പുസ്തകാരിരിക്കുക. എടാ എല്ലാരും പോയി കിടന്നോണേ. ഇനിയും ഇവിടെ കിടക്കാൻ എല്ലാവർക്കും വിരിച്ചതാ. എല്ലാം എടുക്കാം. റീച്ചാൻ്റെ ആണോ? പിന്നെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊല്ലത്ത് ട്രെയിനിലാണ് വരുന്നത്. നേത്രാവതി 10:25 വരുമായിരുന്നു. അപ്പം 2-3-4 ദിവസം കൊണ്ട് നല്ല മഴയായി. ഇപ്പോൾ രാവിലെ ഈ സമയത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ മഴയില്ല, എന്നാലും ഇങ്ങനെ കാറ് കയറി കിടക്കുവാങ്ങ്. അപ്പം വരുന്ന വഴിക്ക് ഇച്ചിരി വീഡിയോ എടുത്തിയാൽ ഞാൻ അതിൻ്റെ അകത്തിരുന്ന് കരയുമായിരുന്നു. അമ്മയൊക്കെ ഇനിയും എപ്പോഴാണ് പോകുന്നത് ഇനിയും കാണാനായിട്ട്. നല്ല വിഷമം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഞാനൊരു വോമിറ്റിങ്ങിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാൻ എനിക്ക് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ഇവിടെ വന്നോണ്ടേ സ്റ്റേഷനിൽ വന്നോണ്ടേ വിശക്കുന്നെന്ന് പറഞ്ഞ് എന്താണ് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ. പിന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറി ഇരുന്നു. എന്നിട്ട് കോഫി വന്നായിരുന്നു. അപ്പോൾ ഒരു കോഫി എല്ലാവർക്കും കൂടെ. അപ്പോഴത്തേക്കിനൊക്കെ മഴ തുടങ്ങി. പിന്നെ അന്ന് തന്നെ പലയിടത്തും ട്രെയിനൊക്കെ തിരിച്ചു വിട്ടു. ഇടിച്ചിലും കാറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമെന്നും പറഞ്ഞ് ന്യൂസ് ഉണ്ടായിരുന്നു. ബോംബെയിലൊക്കെ ഭയങ്കര ഫ്ലൈറ്റൊക്കെ ബന്ധാക്കിയെന്ന് പറഞ്ഞു. ഇനിയും ഞങ്ങൾക്കതുകൊണ്ട് ആകെ ടെൻഷനുമായിരുന്നു. അപ്പം നല്ല അതുപോലുള്ള മഴയല്ലായിരുന്നോ. അങ്ങനെ ഒരു കോഫിയൊക്കെ നല്ല വെളിയിൽ മഴയുണ്ട്, നമ്മൾ നല്ല ചൂട് കോഫിയും കൂടെ കുടിക്കുക. അല്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പം എല്ലാവർക്കും കോഫി അല്ലാതെ കഴിക്കാനായിട്ടൊന്നും അധികം ഒന്നും കൊണ്ടുവന്നില്ല. ഈ ഇങ്ങനെ ഏത്തക്കാപ്പം അങ്ങനെയൊക്കെ ഉള്ളതേ. കോഫി ഇങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിന് നമ്മൾ 2-3 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കിന് എറണാകുളം എത്തിയായിരുന്നു. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാൻ നേരം എൻ്റെ ദൈവമേ തകർത്ത മഴയെന്ന് വെച്ചാൽ തകർത്ത മഴ. ഒരു വിധത്തിൽ എങ്ങനെയും ഡാഡിയെ ഇറക്കണ്ടേ. ആൾക്കാരങ്ങോട്ട് കയറാനും നിൽക്കും എറണാകുളത്തുനിന്ന്. അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങൾക്ക് ലഗേജും ഉണ്ടല്ലോ. ഒരു വിധത്തിൽ എല്ലാം ഇറക്കി ഡാഡിയെ ഇറക്കി. ആദ്യം അങ്ങ് ഡാഡിയെ ഇറക്കി. അത് കഴിഞ്ഞ് ലഗേജ് എല്ലാം വലിച്ച് റീച്ചാൻ പോർട്ടറിനെ വിളിച്ചിട്ട് റീച്ചാൻ അങ്ങ് പോർട്ടറിൻ്റെ കൂടെ പോയി. ഞങ്ങൾ പിന്നെ പോൾമോൻ ഡാഡിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാം. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും അവരറിയുന്നില്ല. എക്സലേറ്ററിൽ വന്നു. ഇനി സ്റ്റെപ്പ്. ഞങ്ങൾക്ക് റീക്ക ക്ലബിൽ ആണ് പിന്നെ റെസിഡൻസ് താമസിക്കാൻ സൗകര്യം ഒരുക്കിയത്. കല്യാണം ഡാഡിയുടെ സിസ്റ്ററുടെ കൊച്ചുമോൻ്റെ കല്യാണമായിരുന്നു. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പിന്നെ അവിടെ റിസപ്ഷനിൽ നമുക്ക് ആധാർ കാർഡും എല്ലാം കാണിക്കണമായിരുന്നു. എല്ലാം കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയിട്ട് ഫ്രഷായിട്ട് 5 മണിയാകുമ്പം അവിടെ വീട്ടിൽ പിന്നെ ഡാഡിയുടെ സിസ്റ്ററെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും പോയി. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ഫാമിലി പ്രെയർ പോലെ ഉണ്ടായിരുന്നു. നാളത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അതിന് പോകണമായിരുന്നു. വന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പിന്നെ ഞങ്ങൾ ഡാഡിയുടെ സിസ്റ്ററെ കാണാൻ പോയി. ഡാഡിയുടെ സിസ്റ്ററുടെ ഒരു മോനാണ് ഈ നോയൽ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എറണാകുളത്ത് തിരുവല്ലയിൽ അങ്ങനെ പലയിടത്തും ഉണ്ട്. അപ്പോൾ അവിടെയായിട്ടാണ് ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ പോയത്. ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ട് പ്രെയറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ കുറച്ചേലും എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്കങ്ങ് ഇത്രയും കണ്ടിന്യൂസ് ഉള്ള യാത്രയല്ലേ കൊല്ലത്തുനിന്ന് പിന്നെ ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട്. അപ്പോഴത്തേക്കിന് ആകെ ഒരു വല്ലാത്ത പരുവമായി. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് വയ്യാതെ പിന്നെ നാളെ ചെയ്യാമെന്നും പറഞ്ഞങ്ങ് കിടന്നു. അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. ചാവിയൊക്കെ എടുത്ത് ഇവിടെ എല്ലാം ബംഗാളികൾ അങ്ങനെയുള്ള ഹിന്ദിക്കാരാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. പിന്നെ അവരെ വിളിച്ച് സാധനമൊക്കെ മേളും താഴെയായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
താഴെയും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് റൂം കിട്ടിയേ. ഇവിടെ ഞാനും റീച്ചാനും പ്രൈസനും, താഴെ പോളും ഡാഡിയും കൂടെ. അപ്പോൾ റൂമൊക്കെ നല്ല കേട്ടോ. സാധനങ്ങൾ ആ കബോർഡിൽ വെക്കാനും പറ്റും. ഞാൻ പിന്നെ എല്ലാം കൂടെ ഇവിടോട്ട് അങ്ങ് വെച്ച്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇത്തിരി വെയിറ്റ് ഉള്ളതല്ലേ. ഞാൻ ബാൽക്കണിയിലിരുന്ന് മഴയാ, നല്ല വ്യൂവാ. ഇവിടെ നമുക്ക് ചായയൊക്കെ കുടിക്കാം. അടച്ചാൽ ചിലപ്പോൾ കൊതുക് കയറും കേട്ടോ. ചാമ്പയ്ക്ക ഇതിൻ്റെ അകത്തുണ്ട്. ചാമ്പയ്ക്ക മരമാണ്, നല്ല പനീർ ചാമ്പയ്ക്ക. ഇവിടെയുണ്ട് ഒരു 2 ചെയറും ടേബിളും. ഇതാണ് ഫ്രിഡ്ജ്, ചെറിയൊരു ഫ്രിഡ്ജില്ലേ. നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ചക്ക കൊണ്ട് ഇതിനകത്ത് വെച്ചേനായിരുന്നു. ചക്ക, പച്ചച്ചക്ക. ഇങ്ങനെ ഇവിടെ വന്ന് പോകുന്നത് കൊണ്ടല്ലേ എനിക്ക് പച്ചച്ചക്കയൊക്കെ കൊണ്ടുവരാൻ പറ്റാതെ. അല്ലെങ്കിൽ ചക്കച്ചോളയൊക്കെ പറക്കിക്കൊണ്ട് ഞാൻ വന്നേനെയായിരുന്നു. ബോംബെക്ക് ഡയറക്റ്റ് വരുമായിരുന്നെങ്കിൽ ഇച്ചിരി വേവിക്കാനായിട്ടൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി കാന്താരി പോലും ഞാൻ വന്നാലും ഞാൻ ഇച്ചിരി കാന്താരി കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടുമോ കിട്ടത്തില്ലയോ നോക്കട്ടെ. 3 ദിവസത്തോളം നമ്മൾ ഇവിടെ നിൽക്കുന്നില്ലേ, അത് വാടിപ്പോന്നെങ്കിൽ വാടിപ്പോവും. ഇത് വാഷ്റൂമാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റും ഇതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് സെപ്പറേറ്റായിട്ട് കുളിക്കാനായിട്ട്. ഈ തണുത്ത വെള്ളവും ചൂടുവെള്ളവും എന്ത് വേണേലും ഉണ്ട്. ഞാനാണെങ്കിൽ ആകെ ടയേർഡായി. എനിക്കാണെങ്കിൽ ഇച്ചിരി നേരം ഇങ്ങനെ ഞാൻ എന്നിട്ടും പറഞ്ഞില്ലേ വോമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് വന്നത്. തലവേദന ഉണ്ടാവും എനിക്ക് തലവേദന എടുത്തിട്ട് അങ്ങ് വയ്യ. കോഫി ഉണ്ടാക്കാനായിട്ട് കോഫി പൗഡറും മിൽക്ക് പൗഡറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ കെറ്റിലിൻ്റെ അകത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൂവിൻ്റെ കോഫി പൗഡർ. അപ്പോൾ ഒരു ബ്രൂ കോഫിയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി ഉന്മേഷമാവും. അപ്പോൾ ഇന്ന് എനിക്ക് റീച്ചാനാണ് കോഫി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ റീച്ചാൻ്റെ കൈ കൊണ്ടുള്ള കോഫി കുടിച്ചിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്കും ഇപ്പം 4 മണിയൊക്കെ കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ വണ്ടി വിടും. അപ്പോൾ നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്കിന് പോകണം. പാലുണ്ടോ, പൊടിയുണ്ടോ, പാൽപ്പൊടി ഇച്ചിടും. നല്ല രസമുണ്ട്. ഞങ്ങൾ അന്നേരം രജിസ്ട്രേഷൻ ചെയ്യാൻ മേളിൽ ആധാർ കാർഡൊക്കെ കാണിച്ചില്ലേ, അത് ഫസ്റ്റ് ഫ്ലോറിൽ മുകളിലായിരുന്നു. അപ്പോൾ അതാ ഞാൻ സ്വിമ്മിംഗ് പൂളിൻ്റെ മേളിൽ നിന്ന് എടുത്തത്. ഇതിപ്പം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ കൂടുതൽ ഹിന്ദിക്കാരാണ് ജോലിക്കാർ. ഞങ്ങൾ ഇനിയും അവരെല്ലാം കുളിച്ചെന്ന് ശേഷമായി. ഞാൻ കുളിച്ചില്ല, വന്നിട്ട് കുളിക്കാമെന്ന് വെച്ച്. കല്യാണം നടക്കുന്ന അവിടെ ഓടിയാണ് ഒരു പ്രെയറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് രാവിലെയാണ് കല്യാണം. ഞാൻ ഇവിടെ മഴ ആയതുകൊണ്ടേ വെള്ളം ഇങ്ങോട്ട് എറിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോവാം. പപ്പ എന്ത് ഇറങ്ങിയില്ലേ?
വീഡിയോയിൽ നോക്കി സ്റ്റെപ്പയിലൂടെ നടന്നാൽ മൂടിടിച്ച് കിടക്കും. അയ്യോ എനിക്ക് സ്പ്രേയുടെ സ്മെല്ല് എനിക്കങ്ങ് പിടിക്കുന്നില്ല. ഫോണൊക്കെ ഇതിലല്ലേ. അപ്പം ഞങ്ങളിനിയും അവിടോട്ട് പോയിട്ട് അവിടെ വന്ന് അമ്മച്ചിയെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ നോയൽ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുന്ന ഒരു ചെറിയൊരു കാലം ഞങ്ങൾ ഫാമിലിക്കാരെല്ലാവരും കൂടെ ഉള്ളൊരു ചെറുതായിട്ടൊരു പ്രാർത്ഥന വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലില്ലേ കല്യാണത്തലേന്ന് ഒരു അത്താഴ സദ്യ ഉണ്ടല്ലേ അതുപോലെ പിന്നെ എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് ഫുഡും ഉണ്ടായിരുന്നു. സൂപ്പും പൊറോട്ടയും, പിള്ളേർക്ക് പൊറോട്ടയായിരുന്നു ഇഷ്ടം. പിന്നെ ഫിഷ് മാംഗോ കറി ഉണ്ടായിരുന്നു, പുലാവും ഗീ റൈസും. പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ടയായിരുന്നു. പിന്നെ കൊറിയൻ ബീഫ് എന്നും പറഞ്ഞുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നുണ്ടേ കല്യാണം കഴിക്കുന്ന മോൻ്റെ സിസ്റ്റർ കുഞ്ഞിലേ ഞാൻ അവളെ കണ്ടതാ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളവിടെ പോയി. അത് കഴിഞ്ഞ് അവളെ പഠനമൊക്കെ ആയി. അവരങ്ങ് അവളിപ്പോൾ UK എൻ്റെ അടുത്ത് പറഞ്ഞ് ആൻറ്റിയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന്. അവളൊരു ദിവസം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയണേ ഇങ്ങനെ കണ്ട്. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് എന്നെ കണ്ടിട്ട് പിന്നെ അവൾ 3-4 വീഡിയോ ഇങ്ങനെ നോക്കിയുണ്ടേ അവൾക്ക് മനസ്സിലായി. അപ്പച്ചനെ എല്ലാവരെയും കണ്ടോണ്ടേ അവൾക്ക് മനസ്സിലായി ഞാനാന്നുള്ളത്. അവളിപ്പോൾ UK. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയമായി. അവിടുന്ന് തന്നെ വണ്ടി അറേഞ്ച് ചെയ്തായിരുന്നു. ഹോട്ടലിൽ വന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ഒന്ന് ഫ്രഷായി. പിന്നെ അന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് രാത്രി മൊത്തം ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ചിന്തിച്ചില്ല രാവിലെ പോകാൻ പറ്റുമെന്ന്. അതുപോലുള്ള മഴയായിരുന്നു. ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. റീച്ചാനും പ്രൈസനും ഇതൊന്നും അറിഞ്ഞില്ല. അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.